Good morning, students. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് we were discussing polarization. ഓക്കെ, അപ്പോൾ എന്താണ് പോളറൈസേഷൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പല തരത്തിലുള്ള പോളറൈസ്ഡ് ലൈറ്റുകൾ, അതായത് അൺപോളറൈസ്ഡ് ലൈറ്റ്, പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റ്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, അതുപോലെ തന്നെ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്, എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എങ്ങനെ നമുക്കൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാം, അതിന് നമ്മൾ പല മെത്തേഡുകൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ പല മെത്തേഡിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതിൽ തന്നെ ചില സ്ഥലത്ത് നമുക്ക് പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റും കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ബേസിക്കലി രണ്ട് കാര്യങ്ങൾ പഠിച്ചു. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കാം, പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിച്ചു. ഓക്കെ, ബട്ട് നമ്മൾ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റും എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റും എങ്ങനെ ഉണ്ടാക്കാം നമ്മൾ പഠിച്ചിട്ടില്ല. അതെന്താന്ന് തന്നെ പഠിച്ചിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇതെങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും, അതായത് ഒരു സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റും അൺപോളറൈസ്ഡ് ലൈറ്റും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്കറിയില്ല. നമുക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് തിരിച്ചറിയാൻ പറ്റും, കാരണം ഒരു പോളറൈസർ എടുത്തിട്ട് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. റൊട്ടേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊസിഷൻ അതിന് പാരലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇൻറ്റൻസിറ്റി, അതിന് പെർപെൻഡിക്കുലറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സീറോ ഇൻറ്റൻസിറ്റി, അതായത് കംപ്ലീറ്റ്ലി ഡാർക്ക്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷെ കംപ്ലീറ്റ്ലി ഡാർക്ക് കിട്ടുന്നില്ല, ആ ഇൻറ്റൻസിറ്റി ഒരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്നുകിലോ അത് പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു പോളറൈസർ എടുത്തിട്ട് ആ ലൈറ്റിന് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി വേരിയേഷൻ ഒന്നുമില്ലെങ്കിൽ അവിടെയും നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്നുകിലോ ആ ലൈറ്റ് അൺപോളറൈസ്ഡ് ആയിരിക്കാം, ഇല്ലെങ്കിൽ സർക്കുലർലി പോളറൈസ്ഡ് ആയിരിക്കാം. പക്ഷെ നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഏതാണെന്ന്. അപ്പം ഇങ്ങനത്തെ കൺഫ്യൂഷനുകളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ നമുക്ക്, അല്ലെങ്കിൽ എങ്ങനെ സർക്കുലർലി പോളറൈസ്ഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ അനലൈസ് ചെയ്യാം, ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യും, ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇൻ ടുഡേയ്സ് ക്ലാസ് we will discuss the superposition of two plane polarized waves. ഓക്കെ, എനിക്ക് രണ്ട് വേവ് ഉണ്ട്, രണ്ട് പോളറൈസ്ഡ് വേവ് ആണ്, പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആണ്. അതിന് സൂപ്പർപോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് കേസ് എടുക്കാൻ പോകുന്നത്, ഐ ഹാവ് ടു വേവ്സ്. ബേസിക്കലി നമ്മൾ പോളറൈസേഷൻ നോക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാത്രമാണ് നോക്കാറ്. മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് തൽക്കാലം നമ്മൾ കൺസിഡർ ചെയ്യില്ല, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഐ ഹാവ് ടു വേവ്സ്, അതിൻ്റെ രണ്ടിൻ്റെയും പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ സെയിം ആണ്. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ, ഇലക്ട്രിക് ഫീൽഡ് വേരീസ് അലോങ് എക്സ് ഡയറക്ഷൻ, എക്സ് ഡയറക്ഷനിൽ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക, രണ്ടിൻ്റെയും. അപ്പോൾ സെയിം പ്ലെയിൻ ആണ്, പോളറൈസേഷൻ പ്ലെയിൻ രണ്ടും സെയിം ആണ്. അപ്പോൾ അങ്ങനത്തെ രണ്ട് വേവ് ഞാൻ ഇവിടെ എടുത്തു. അപ്പോൾ ഒന്നിനെ ഞാൻ E1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. E1ൻ്റെ എക്സ്പ്രഷൻ എക്സ് ക്യാപ്, കാരണം ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിൽ മാത്രമാണ്. എക്സ് ക്യാപ് ഇൻറ്റു A1 cos kz മൈനസ് ഒമേഗ ടി പ്ലസ് φ1, റെഗുലർ വേവ് ഇക്വേഷനാണ്. അപ്പോൾ അതിൽ A1 എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, ഫസ്റ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഞാൻ സെക്കൻഡ് വേവ് എടുത്തു E2. E2ൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് വെക്ടർസ് വേരീസ് ഇൻ ദ സെയിം ഡയറക്ഷൻ, എക്സ് ക്യാപ് ഡയറക്ഷൻ. ഓക്കെ, എക്സ് ഡയറക്ഷനിൽ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ, സെയിം പ്ലെയിൻ ആണ്. അപ്പോൾ രണ്ട് വേവിൻ്റെയും പ്ലെയിൻ സെയിം ആണ്. സോ E2 ഈക്വൽ ടു എക്സ് ക്യാപ് ഇൻറ്റു A2 cos kz മൈനസ് ഒമേഗ ടി പ്ലസ് φ2. അപ്പോൾ അതിന് വേറൊരു ആംപ്ലിറ്റ്യൂഡാണ്, വേറൊരു ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രണ്ട് വേവ് എടുത്തു. ഇതിനെ സൂപ്പർ പോസ് ചെയ്ത് നോക്കുകയാണ്.
ഇതിനെ സൂപ്പർപോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2. ഇൻഡിവിജ്വൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ആഡ് ചെയ്താൽ മതി. ഇവിടെ ശരിക്കും വെക്ടർ അഡീഷൻ ഒന്നും വരുന്നില്ല, കാരണം സെയിം ഡയറക്ഷൻ ആണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സോ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. എക്സ് ക്യാപ് ഇൻറ്റു A1 കോസ് KZ മൈനസ് ഒമേഗ ടി പ്ലസ് φ1 പ്ലസ് എക്സ് ക്യാപ് A2 കോസ് KZ മൈനസ് ഒമേഗ ടി പ്ലസ് φ2. ഓക്കെ, രണ്ടും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു എക്സ് ക്യാപ് ഇൻറ്റു എ കോസ് KZ മൈനസ് ഒമേഗ ടി പ്ലസ് φ. ഇക്വേഷൻ 1 ഈ ഒരു എക്സ്പ്രഷനിൽ എഴുതാൻ പറ്റും. വേർ ഇതിലെ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ആംപ്ലിറ്റ്യൂഡാണ്. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് φ1 മൈനസ് φ2 അതിൻ്റെ റൂട്ട്. ഓക്കെ, ഇത് എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇന്റർഫറൻസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളിത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു രണ്ട് ഇൻഡിവിജ്വൽ വേവ് എടുക്കുക, അപ്പോൾ അതിൻ്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡും റിസൾട്ടന്റ് ഫേസും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ബേസിക്കലി ഇത് കോസ് A+B ഫോമിലാണ്, അത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഞാനിവിടെ എന്താ പറയാൻ ഉദ്ദേശിച്ചാൽ രണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് വേവ് എടുത്തു, സെയിം പ്ലെയിനിലുള്ള പ്ലെയിൻ പോളറൈസ്ഡ് വേവ്, പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസൾട്ടന്റ് ലൈറ്റിൻ്റെ അല്ലെങ്കിൽ റിസൾട്ടന്റ് വേവിൻ്റെ അതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷനും സെയിം ആയിരിക്കും. ഇക്വേഷൻ 1 നോക്കിയാൽ മതി, അവിടെയും ഡയറക്ഷൻ എസ് ക്യാപ് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് ആ റിസൾട്ടന്റ് വേവിൻ്റെയും പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ സെയിം ആയിരിക്കും. ഇതും പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആയിരിക്കും. സോ റിസൾട്ടന്റ് വേവും പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നൗ നമ്മൾ വേറെ കേസ് കൺസിഡർ ചെയ്യാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും രണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് വേവ് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ബട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ നോക്കിയാൽ അറിയാം, E1 ഞാൻ ഫസ്റ്റ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ പ്ലെയിൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഓസിലേറ്റ് ചെയ്യുന്ന എക്സ് ഡയറക്ഷനിലാണ്. സോ എക്സ് ക്യാപ് ഇൻറ്റു A1 കോസ് KZ മൈനസ് ഒമേഗ ടി ഫസ്റ്റ് വേവ് ആയിട്ട് എടുത്തു. ഫേസ് ഞാൻ 0 ആയിട്ട് കൺസിഡർ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. E2 ഈക്വൽ ടു Y ക്യാപ് ഇൻറ്റു A2 കോസ് KZ മൈനസ് ഒമേഗ ടി പ്ലസ് φ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഓസിലേറ്റ് ചെയ്യുന്ന Y ഡയറക്ഷനിലാണ്, ഒന്ന് നേരെ മേലേക്കാണെങ്കിൽ ഒന്ന് ഹൊറിസോണ്ടലാണ്. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ രണ്ട് വേവ് എടുത്തു, പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇനി ഇത് രണ്ടും സൂപ്പർപോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് രണ്ടും സൂപ്പർപോസ് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ നമ്മുടെ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ്. റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ E ഈക്വൽ ടു E1 പ്ലസ് E2. ഓക്കെ, അപ്പോൾ അതിൽ ഞാനിത് അനലൈസ് ചെയ്യാനായിട്ട് ഐ എം കൺസിഡറിങ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു Z ആക്സിസ്. അതായത് വേവ് പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് Z ആക്സിസ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്തു അറ്റ് Z ഈക്വൽ ടു 0. ഓക്കെ, ഞാൻ തൽക്കാലം Z നോക്കുന്നില്ല, Z-ന് ഞാൻ 0 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഉണ്ടെങ്കിൽ അതിന് എനിക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും, EX ആൻഡ് EY, where EX is given by A1 cos omega t. ബേസിക്കലി ഈ എക്സ്പ്രഷനിൽ Z-ന് 0 കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് A1 cos omega t ആയിരിക്കും. Z ടേം ഒക്കെ പോയി, Z-ന് 0 കൊടുത്തു. സിമിലർലി Y ഡയറക്ഷനിലുള്ള രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് A2 cos omega t മൈനസ് φ ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ എക്സ്പ്രഷനിൽ Z-ന് 0 കൊടുത്താൽ മതി, പിന്നെ ഒരു നെഗറ്റീവ് സൈനും മൊത്തം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ മതി. കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് കമ്പോണന്റ് കിട്ടി, EX EY.
ഓക്കെ, ഇനി അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് നോക്കേണ്ടത്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാവും എന്നൊക്കെയാണ് എനിക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് കൊടുത്ത നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ അതിലൊരു ഫേസ് ഫാക്ടർ വരുന്നുണ്ട് ഫൈ. ഓക്കെ, ഫൈ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല എന്ന് വിചാരിക്കുക, ഫൈ 0 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫൈ എൻ പൈ, അതായത് 0 ആവാം, 180 ഡിഗ്രി ആവാം, 360 ഡിഗ്രി ആവാം, അങ്ങനെ എക്സെട്ര. അപ്പം അങ്ങനത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ തൽക്കാലം 0 ഫേസ് ഡിഫറൻസ് ആണെന്ന് തന്നെ വിചാരിക്കുക. അതായത് EX, സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് EX ഈക്വൽ ടു A1 കോസ് ഒമേഗ ടി, നേരത്തെ എക്സ്പ്രഷൻ തന്നെ. EY ഈക്വൽ ടു A2 കോസ് ഒമേഗ ടി ആയിരിക്കും, ചില സമയത്ത് നെഗറ്റീവ് അല്ലെങ്കിൽ ചില സമയത്ത് പോസിറ്റീവ്. സോ -1 ഹോൾ റൈസ് ടു n A2 കോസ് ഒമേഗ ടി, ഇതായിരിക്കും EYയുടെ എക്സ്പ്രഷൻ. ഫൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഡിവൈഡ് ദീസ് ടു. EY ബൈ EX ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് A2 ബൈ A1. ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റിന്റെ റേഷ്യോ കിട്ടിയത്. ഓക്കെ, അപ്പൊ EX EY പ്ലെയിനിൽ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എൻ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ടി. ടൈം മാറുന്നതിനനുസരിച്ച്, കാരണം ഇവിടെ നോക്കിയാൽ അറിയാം ടൈം മാറുന്നതിനനുസരിച്ച് ഇവിടെ ഒരു വ്യത്യാസം വരുന്നില്ല. സോ ഇൻഡിപെൻഡന്റ് ഓഫ് ടി. Okay, so that means that is again a plane polarized wave which is polarized in some other plane. Okay, so basically എന്ത് സംഭവിക്കുക വെച്ചാൽ, if you have a എന്താ പറയുക y polarized light and x polarized light, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു പ്ലെയിനിലായിരിക്കും അതിൻ്റെ പ്ലെയിൻ ഓഫ് റിസൾട്ടന്റ് വേവിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. ഓക്കെ, അപ്പോൾ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ലെങ്കിൽ, ഈ രണ്ട് വേവും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ലെങ്കിൽ റിസൾട്ടന്റ് വേവ് എന്തായിരിക്കും? പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആയിരിക്കും. ബട്ട് ദാറ്റ് ഈസ് പോളറൈസ്ഡ് ഇൻ സം അതർ പ്ലെയിൻ. ഓക്കെ, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ രണ്ട് ഇൻഡിവിജ്വൽ വേവ് വരച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ റെഡിലും വരച്ചിട്ടുണ്ട്, ഒന്ന് ഞാൻ ബ്ലൂവിലും വരച്ചിട്ടുണ്ട്. അത് രണ്ടും പെർപെൻഡിക്കുലറാണ്, 90 ഡിഗ്രിയാണ് കിടക്കുന്നത്. ഓക്കെ, ഈ രണ്ട് പ്ലെയിനും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല, ഫൈ ഒന്നുമില്ല. ദാറ്റ് മീൻസ് റെഡിൻ്റെ 0 എവിടെ തുടങ്ങുന്നോ അവിടെ തന്നെ ബ്ലൂവിൻ്റെ 0 തുടങ്ങും. റെഡ് എവിടെ മാക്സിമം ആവുന്നോ അവിടെ തന്നെ ബ്ലൂ മാക്സിമം ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു വേവ് എടുത്തിട്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ റിസൾട്ടന്റ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ രണ്ട് വെക്ടർ എടുക്കുക, ആ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ എടുക്കുക, അതിനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസൾട്ടന്റ് വേവ് കിട്ടും, ഒരു റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ് കിട്ടും. അങ്ങനെ എല്ലാ പോയിന്റിലും ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ കിട്ടും. അതാണ് ഞാൻ ഈ ബ്ലാക്ക് ലൈനിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, റെഡിൻ്റെയും ബ്ലൂവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടന്റിന്റെ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയിലായിരിക്കും. ഓക്കെ, ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് എഗെയിൻ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, അപ്പോൾ രണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എടുത്തു, അത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരുന്നു, പക്ഷെ അതിന് ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. ഫേസ് ഡിഫറൻസ് ഒന്നുമില്ലെങ്കിൽ അഗെയിൻ ദ റിസൾട്ടന്റ് വിൽ ബി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, ബട്ട് പോളറൈസേഷൻ വിൽ ബി ഇൻ സം അതർ പ്ലെയിൻ, അത്രയേ ഉള്ളൂ. പക്ഷെ അതും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ കേസും കഴിഞ്ഞു. നൗ ഇനി ഫേസ് ഡിഫറൻസ് 0 അല്ലെങ്കിൽ n π അല്ല, വേറെ ഏതോ റാൻഡം ഫേസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് റെഡിൻ്റെ 0 ബ്ലൂവിൻ്റെ 0 ഒന്നിച്ചല്ല, ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഉണ്ടെങ്കിൽ കേസ് മാറും. അപ്പോൾ റിസൾട്ടന്റ് വേവ് പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആയിരിക്കില്ല. അപ്പോൾ ആ റിസൾട്ടന്റ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ടിപ്പ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർസ് റൊട്ടേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഒരു സ്പെഷ്യൽ കേസ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. n π അല്ലെങ്കിലും ഒരു സ്പെഷ്യൽ കേസ്.
അതായത് ഇഫ് ഫൈ ഈക്വൽ ടു പൈ ബൈ ടു, ഫേസ് ഡിഫറൻസ് പൈ ബൈ ടു ആണെങ്കിൽ എന്ത് സംഭവിക്കും? 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പം ഞാനത് എഗെയിൻ നമ്മുടെ ഇക്വേഷൻസിൽ ഇട്ട് നോക്കുകയാണ്. സോ അവിടെ എഴുതിയിട്ടുണ്ട് ഇ എക്സ് കമ്പോണൻറ്റ് വിൽ ബി ഈക്വൽ ടു A1 കോസ് ഒമേഗ ടി, വ്യത്യാസമൊന്നുമില്ല. വൈ കമ്പോണൻറ്റ് ഇ വൈ ഈക്വൽ ടു A1 കോസ് ഒമേഗ ടി മൈനസ് ഫൈ ആണ്. ഫൈക്ക് പകരം ഞാൻ പൈ ബൈ ടു എന്ന് കൊടുത്തു. ഓക്കെ, വേണമെങ്കിൽ ഒരു മൊത്തം നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈ ബൈ ടു മൈനസ് 90 മൈനസ് ഒമേഗ ടി വരും. സോ കോസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ. അപ്പം എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇ വൈ ഈക്വൽ ടു A1 സൈൻ ഒമേഗ ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം എനിക്ക് രണ്ട് കമ്പോണൻറ്റ് കിട്ടി, ഇ എക്സും കിട്ടി, ഇ വൈയും കിട്ടി. അതിന് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് നോക്കുക. സോ ഇ എക്സ് സ്ക്വയർ പ്ലസ് ഇ വൈ സ്ക്വയർ ഈക്വൽ ടു A1 സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആയി. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ദിസ് ഈസ് എൻ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ രണ്ട് വേവ്, രണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് വേവ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അതിൻ്റെ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാൽ യു വിൽ ഗെറ്റ് സർക്കുലർലി പോളറൈസ്ഡ് വേവ്. ഓക്കെ, സർക്കുലർ വേറെ കണ്ടീഷൻ കൂടി ഉണ്ട്. ഈ രണ്ട് വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. A1 ഷുഡ് ബി ഈക്വൽ ടു A2. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കും റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. അതായത് ടിപ്പ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് റൊട്ടേറ്റ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. സോ ദിസ് ഇസ് കാൾഡ് റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ ഒരു ഓക്കെ ഇനി എൻ്റെ ആംഗിൾ ഫൈ എന്ന് പറയുന്നത്, സോറി ഇത് തീറ്റ അല്ല, ഇത് ഫൈ ആണ്. ഓക്കെ, 1 മിനിറ്റ്. ഇഫ് ഫൈ ഈക്വൽ ടു 3 പൈ ബൈ 2, 3 പൈ ബൈ 2 ആണെങ്കിൽ ഈ രണ്ട് കമ്പോണൻ്റ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇ എക്സ് ഈക്വൽ ടു A1 കോസ് ഒമേഗ ടിയും ഇ വൈ ഈക്വൽ ടു മൈനസ് A1 സൈൻ ഒമേഗ ടിയും വരും. എഗെയിൻ ഇത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താലും 1 കിട്ടും. സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ റൊട്ടേഷൻ വന്നിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ടിപ്പ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ്. അപ്പം അങ്ങനത്തെ കേസാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കും ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഞാൻ തരാം. സോ ബേസിക്കലി രണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്. രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസിലാണ്. ഇപ്പോൾ ഒന്ന് വെർട്ടിക്കൽ ആണെങ്കിൽ ഒന്ന് ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, ബട്ട് രണ്ടും തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഫേസ് ഡിഫറൻസ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് 90 ഡിഗ്രിയാണ്. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് ഒരു വേവിൻ്റെ 0 തുടങ്ങുന്ന സ്ഥലത്ത് മറ്റേ വേവിൻ്റെ മാക്സിമം. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ വേവിൻ്റെ മിനിമം, അത് മറ്റേ വേവിൻ്റെ മാക്സിമം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. നേരെ മറിച്ച് ഈ പോയിന്റിലെത്തുമ്പോൾ മറ്റേതിൻ്റെ മിനിമത്തിൽ 0 ആവുമ്പോൾ ഇവിടെ മാക്സിമം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്തോറും ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ മെല്ലെ റൊട്ടേറ്റ് ചെയ്തിട്ട് വെർട്ടിക്കൽ ഡയറക്ഷനിലാവും. ദെൻ തിരിച്ച് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാവും. ദെൻ തിരിച്ച് എഗെയിൻ താഴേക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകും. സോ ടിപ്പ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ റൊട്ടേറ്റ്സ്. ഓക്കെ, സോ ദിസ് ഈസ് എ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. ഇങ്ങനെയാണ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. വേണമെങ്കിൽ അതിൻ്റെ ഒരു ആനിമേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് അപ്പോൾ ഞാനവിടെ ബ്ലൂവും ഗ്രീനും വരച്ചിട്ടുണ്ട്. രണ്ടും 90 ഡിഗ്രിയിലാണ് അതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ കിടക്കുന്നത്. ദെൻ ഇത് രണ്ടും തമ്മിലൊരു ഫേസ് ഡിഫറൻസും ഉണ്ട് 90 ഡിഗ്രി.
ഓക്കെ, അപ്പോൾ ഒന്നിൻ്റെ 0 വരുന്നിടത്ത് മറ്റേതിൻ്റെ മാക്സിമം വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ് ഞാനിവിടെ ബ്ലാക്ക് ലൈനിൽ വരച്ചിരിക്കുന്നത്. ആ റിസൾട്ടൻ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നനുസരിച്ച്, ക്ലോക്ക് വൈസ് ആണെങ്കിൽ ലെഫ്റ്റ് പോളറൈസ്ഡ് ലൈറ്റും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ റൈറ്റ് പോളറൈസ്ഡ് ലൈറ്റും. So this is a circularly polarized light. Okay. Now, okay. ഇനി വേറൊരു കേസ്, അപ്പോൾ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ കേസ്, അതായത് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, രണ്ട് വേവിൻ്റെയും ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആണ്, ബട്ട് രണ്ടിനും ഡിഫറെൻ്റ് ആംപ്ലിറ്റ്യൂഡാണ്. ഇവിടെ നോക്കൂ, EX ഈക്വൾ ടു A1 cos omega t, EY ഈക്വൾ ടു A2 sin omega t. അങ്ങനെയാണെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, EX സ്ക്വയർ ബൈ A1 സ്ക്വയർ പ്ലസ് EY സ്ക്വയർ ബൈ A2 സ്ക്വയർ ഈക്വൾ ടു 1. ദിസ് ഇസ് എൻ ഇക്വേഷൻ ഓഫ് എൻ എലിപ്സ്. ഒരു എലിപ്സിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഒന്നുകിലോ ഈ രീതിയിൽ രണ്ട് ഡിഫറെൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ വേറെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഫേസ് ഡിഫറൻസ് 90 ആവണ്ട, വേറെ ഏതെങ്കിലും റാൻഡം ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. അപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, സെയിം ആംപ്ലിറ്റ്യൂഡ് സെയിം അല്ലെങ്കിലും കിട്ടും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആംഗിൾ 90 ഡിഗ്രി ആവരുതെന്ന് മാത്രം. 90 ഡിഗ്രി ആവരുത്, അതുപോലെ തന്നെ 0 ആവരുത്, 0, 360, 180 ഇതൊന്നും ആവരുത് ഫേസ് ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ഓക്കെ, സോ ബേസിക്കലി നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് രണ്ട് വേവ്, പ്ലെയിൻ പോളറൈസ്ഡ് വേവിൻ്റെ സൂപ്പർ പൊസിഷൻ, ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ മാത്തമാറ്റിക്കൽ അനാലിസിസ് ദിസ് ഇസ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. അതായത് വേറെ ഏതെങ്കിലും ഫേസിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ഓക്കെ, ഇത് ഞാൻ മൂന്നും കൂടി ഒന്നിച്ച് കാണിച്ചു എന്ന് മാത്രം. ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ഒരേ പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ രണ്ട് വേവ് ഉണ്ടെങ്കിൽ ലീനിയർലി പോളറൈസ്ഡ് കിട്ടും. ഈവൻ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിലും നമുക്ക് കിട്ടും. എങ്ങനെയാ? ഫേസ് സെയിം ആയാൽ മതി. ഫേസ് മാറിയില്ല എന്നുണ്ടെങ്കിൽ വേറെ റാൻഡം ഡയറക്ഷനിൽ നിങ്ങൾക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ഫിഗർ നമ്മൾ കാണിച്ച ഫിഗർ തന്നെയാണ്. ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയാൽ മതി. ഇത് ഫേസ് ഡിഫറൻസ് വേറെ ഏതെങ്കിലും റാൻഡം ആംഗിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ഓക്കെ, നൗ I think you understood the concept of circularly polarized light and elliptically polarized light. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ് ഇത്രയും പറഞ്ഞത്. ഇതെങ്ങനെ നമുക്കൊരു റിയലൈസ് ചെയ്യും, അല്ലെങ്കിൽ ശരിക്കും എങ്ങനെ ഒരു സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് there is something called wave retardation plates. ഓക്കെ, അല്ലെങ്കിൽ ഫേസ് റിട്ടാർഡേഷൻ പ്ലേറ്റ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ബൈറെഫ്രിഞ്ചൻ ക്രിസ്റ്റൽസ് പഠിച്ചു. ബൈറെഫ്രിഞ്ചൻ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ട് റേ ആയിട്ട് മാറും. ഇ റേ, ഒ റേ, ഓർഡിനറി റേ, എക്സ്ട്രാ ഓർഡിനറി റേ. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചു. ഇനി അതിൽ തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, ഒരു ബൈറെഫ്രിഞ്ചൻ ക്രിസ്റ്റലിലൂടെ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ട് ബീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഇ റേയും ഒ റേയും. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെയും പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഒരു ബൈറെഫ്രിഞ്ചൻ ക്രിസ്റ്റലിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ഓക്കെ, ഇനി അത് ആ ക്രിസ്റ്റലിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റും ഇൻ്റർഫിയർ ചെയ്തിട്ട് കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾക്കൊരു ലൈറ്റ് കിട്ടും. ഓക്കെ, സോ ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ
നേരത്തെ പറഞ്ഞ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സപ്പോസ് ഐ ഹാവ് എ ബൈറെഫ്രിഞ്ചൻ ക്രിസ്റ്റൽ ഓഫ് തിക്നെസ് ടി. ടി തിക്നെസ് ഉള്ള ഒരു ബൈറെഫ്രിഞ്ചൻ ക്രിസ്റ്റൽ. ഓക്കെ, അപ്പോൾ അതിൽ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ 2 റേ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, ഇ റേ ഒ റേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ഒന്നിന് ഞാൻ മ്യൂ ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്തു, എക്സ്ട്രാ ഓർഡിനറി റേയുടെ. ഒന്നിന് ഞാൻ മ്യൂ ഒ എന്ന് റെപ്രസെൻ്റ് ചെയ്തു, ഓർഡിനറി റേയുടെ. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും ഒപ്റ്റിക്കൽ പാത്ത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകുന്ന ആ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്റ്റിക്കൽ പാത്താണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി റേയുടെ ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുന്നത് മ്യൂ ഇ ഇൻറ്റു ടി തിക്നെസ്. ഓക്കെ, അത്രയും ദൂരമാണ് സഞ്ചരിക്കുന്നത്. ദെൻ ഓർഡിനറി റേയുടെ ആണെങ്കിൽ മ്യൂ ഒ ഇൻറ്റു ടി. രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്താ? ഈ 2 റേകളും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, എക്സ്ട്രാ ഓർഡിനറി റേയും ഓർഡിനറി റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 സബ്ട്രാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ മ്യൂ ഇ മൈനസ് മ്യൂ ഒ ഇൻറ്റു ടി. നേരെ തിരിച്ചു ആവാം, മ്യൂ ഒ മൈനസ് മ്യൂ ഇ ഇൻറ്റു ടി ആവാം. ഡിപ്പെൻസ് ഓൺ ദ ക്രിസ്റ്റൽ, പോസിറ്റീവ് ക്രിസ്റ്റൽ ആണോ നെഗറ്റീവ് ക്രിസ്റ്റൽ ആണോ എന്നനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം, കുഴപ്പമൊന്നുമില്ല. പാത്ത് ഡിഫറൻസ് മാത്രം കണ്ടാൽ മതി നമ്മൾ. ഓക്കെ, ഇനി ഇതാണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ 2π/λ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഫേസ് ഡിഫറൻസ് വിൽ ബി 2π/λ ഇൻറ്റു മ്യൂ ഇ മൈനസ് മ്യൂ ഒ ഇൻറ്റു ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫേസ് ഡിഫറൻസ്. ഇനി സോറി, ഞാനിവിടെ എഴുതിയിരിക്കുന്നത് പാത്ത് ഡിഫറൻസ് എന്നാണ്. അത് പാത്ത് ഡിഫറൻസ് അല്ല, അത് ഫേസ് ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ഇഫ് ദിസ് ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു π/2 ദാറ്റ് ഈസ് കാൾഡ്, ഒരു മിനിറ്റ്, ഇത് പാത്ത് അല്ല, ഇത് ഫേസ് ആണ്. ഓക്കെ, ആൻഡ് ഇഫ് ദ ഫേസ് ഡിഫറൻസ് ഈസ് π/2, such a plate is known as quarter wave plate. ഓക്കെ, അപ്പോൾ ഫേസ് ഡിഫറൻസ് π/2 ഉണ്ടാക്കുന്ന പ്ലേറ്റിനെ നമ്മൾ ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ഫേസ് ഡിഫറൻസ്, അതിനെ ഞാൻ π/2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. സോ ദിസ് ഫേസ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു π/2. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂ ഇ മൈനസ് മ്യൂ ഒ ഇൻറ്റു ടി ഈക്വൽ ടു λ/4. ഒപ്റ്റിക്കൽ പാത്ത്, ഇതാണ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ്. ദാറ്റ് പാത്ത് ഡിഫറൻസ് λ/4 ആണെങ്കിൽ അതിനെ ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഒരു വേവിൻ്റെ 1/4. ഓക്കെ, അല്ലെങ്കിൽ ഇൻ ജനറൽ ഈ പാത്ത് ഡിഫറൻസ് പറയുന്നത് n+1/4 ആയാലും മതി. ഓക്കെ, എന്നാലും ഈ രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? 1/4 ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ടി ഈക്വൽ ടു λ/4 ഇൻറ്റു മ്യൂ ഇ മൈനസ് മ്യൂ ഒ. ഓക്കെ, ഈ തിക്നെസ് ഉള്ള ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, ഇഫ് ദിസ് തിക്നെസ് ഈസ് ഈക്വൽ ടു λ/4 ഇൻറ്റു മ്യൂ ഇ മൈനസ് മ്യൂ ഒ, അല്ലെങ്കിൽ ജനറൽ കേസും അപ്ലൈ ചെയ്യാം കേട്ടോ, എന്നുള്ള ടേം അപ്ലൈ ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും തിക്നെസ് ആണെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്റ്റലിൻ്റെ പുറത്ത് വരുന്ന 2 റേ മ്യൂ ഇ മ്യൂ ഒ, അതായത് ഓർഡിനറി റേയും എക്സ്ട്രാ ഓർഡിനറി റേയും, അത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് λ/4 ആയിരിക്കും. സച്ച് പ്ലേറ്റ് ഈസ് നോൺ ആസ് ക്വാർട്ടർ വേവ് പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഈ 2 റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/4 ക്രിയേറ്റ് ചെയ്യുന്ന ഏത് പ്ലേറ്റ് ആണോ അതിനെ നമ്മൾ ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ദ സെയിം കണ്ടീഷൻ, ഓക്കെ, λ/2 പാത്ത് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? നമ്മളതിനെ ഹാഫ് വേവ് പ്ലേറ്റ് എന്ന് പറയും. അതിലും ജനറൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. മ്യൂ ഇ മൈനസ് മ്യൂ ഒ ഇൻറ്റു ടി ഈക്വൽ ടു n+12 λ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഹാഫ് വേവ് പ്ലേറ്റ്. അല്ലെങ്കിൽ തിക്നെസ് ഈക്വൽ ടു λ/2 ഇൻറ്റു
മ്യൂ ഇ മൈനസ് മ്യൂ ഒ, ഈ തിക്നെസ് വരുന്ന ക്രിസ്റ്റൽ, അല്ലെങ്കിൽ ആ എൻ ടേം ഉള്ളതും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് പകരം എന്താ പറയുക, എൻ പ്ലസ് ഹാഫ് ലാംഡ ബൈ മ്യൂ ഇ മൈനസ് മ്യൂ ഒ. അങ്ങനെയാണെങ്കിലും സച്ച് പ്ലേറ്റ്സ് ആർ നോൺ ആസ് ഹാഫ് വേവ് പ്ലേറ്റ്സ്. അപ്പോൾ അതിൽ എന്ന് പറയുന്ന ആ എമർജ് ചെയ്യുന്ന രണ്ട് വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആയിരിക്കും, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് പൈ ആയിരിക്കും. ഓക്കെ, സോ സച്ച് വേവ് പ്ലേറ്റ് ഈസ് നോൺ ആസ് ഹാഫ് വേവ് പ്ലേറ്റ്. ഇനി ഇതൊന്നുമല്ല, ലാംഡ ബൈ 4 അല്ല, ലാംഡ ബൈ 2 അല്ല, ഏത് ഫേസ് ഡിഫറൻസ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏത് പാത്ത് ഡിഫറൻസ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇൻ ജനറൽ നമുക്ക് ഇതിനെല്ലാം പറയും ഫേസ് റിട്ടാർഡേഷൻ പ്ലേറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഫേസ് റിട്ടാർഡേഷൻ പ്ലേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഏത് ഫേസ് ഡിഫറൻസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് എ പ്രിൻസിപ്പിൾ. നൗ അഗെയിൻ നേരത്തെ ചോദിച്ച ചോദ്യം, എങ്ങനെ നമുക്ക് എലിപ്റ്റിക്കലി അല്ലെങ്കിൽ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ. അപ്പോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് എൻ അൺപോളറൈസ്ഡ് ലൈറ്റ്, നമ്മുടെ അടുത്തുള്ള ലൈറ്റുകൾ സോഴ്സുകളൊക്കെ ഒരുവിധം അൺപോളറൈസ്ഡ് ലൈറ്റുകളാണ്. ഇൻകാൻഡസെന്റ് ലാമ്പ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ആ ലൈറ്റ് ആദ്യം ഒരു ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് കൂടെ, ലീനിയർ പോളറൈസറിലൂടെ നമ്മൾ കടത്തി വിടുക. ഒരു പോളറൈസറിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പാസ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള പോളറൈസേഷൻ മാത്രമേ അത് അലോ ചെയ്യുള്ളൂ. സോ യു വിൽ ഗെറ്റ് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്ത് കിട്ടി? ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് കിട്ടി. ഈ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റിനെ ഞാനൊരു പോളറൈസറിലൂടെ, മീൻസ് ക്വാർട്ടർ വേവ് പ്ലേറ്റിലൂടെ കടത്തി വിട്ടു എന്ന് വിചാരിക്കാം. ക്വാർട്ടർ വേവ് പ്ലേറ്റിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാൽ 45 ഡിഗ്രിയിൽ വരണം ഇതിൻ്റെ പാസ് ആക്സിസിന്. ഓക്കെ, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വൽ കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഇ റേനെയും ഒ റേനെയും. ദെൻ ആ രണ്ടിനും പാത്ത് ഡിഫറൻസ്, ഈ ക്രിസ്റ്റൽ കടന്നു പോകുമ്പോഴേക്കും പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 4 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് പൈ ബൈ 2 ആയിരിക്കും, 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ മാത്തമാറ്റിക്കൽ അനാലിസിസ് ചെയ്തപ്പോൾ പറഞ്ഞു, രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ വേവ്സ്, പ്ലെയിനിലുള്ള പോളറൈസേഷനുള്ള വേവ്സ്, അതിൻ്റെ ഫേസുകൾ തമ്മിൽ ഒരു 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, സെയിം ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ഓക്കെ, സോ ദിസ് വേ യു ക്യാൻ ക്രിയേറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. ഇനി എലിപ്റ്റിക്കലി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് 45 ഡിഗ്രി വരരുത്, വേറെ ഏതെങ്കിലും ആംഗിളിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. Okay, so in today's class we will discuss the superposition of two linearly polarized light. രണ്ട് linearly polarized light തമ്മിലുള്ള superposition പഠിച്ചു. Okay, അത് വെച്ചിട്ട് we analyzed how to create circularly polarized light, how to create elliptically polarized light. Okay, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹാഫ് വേവ് പ്ലേറ്റ് എന്താ, ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്താ, ഇൻ ജനറൽ ഫേസ് റിട്ടാർഡേഷൻ പ്ലേറ്റ്സ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, സോ അഗെയിൻ ഹൗ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സർക്കുലർലി പോളറൈസ്ഡ് ആൻഡ് പ്ലെയിൻ അൺപോളറൈസ്ഡ് ലൈറ്റ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.